Hello everyone, this is Fatimatul Jauhara, your faculty for ACCA Financial Reporting paper. ഞാനൊരു ACCA affiliate ആണ്. അപ്പോൾ കമ്മിങ് ടു അവർ പേപ്പർ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ FR എന്ന് പറയുന്നത് ACCയുടെ സ്കിൽ ലെവലിൽ വരുന്ന ഒരു പേപ്പറാണ്. അതായത് ACCയുടെ സെക്കൻഡ് ലെവലിൽ വരുന്ന പേപ്പർ. അപ്പോൾ നോളജ് ലെവൽ കഴിഞ്ഞിട്ട് സ്കിൽ ലെവലിലോട്ട് വരുന്ന സമയത്ത് മിക്കവാറും പേരും സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ചൂസ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു പേപ്പറാണ് FR. അതായത് നമുക്ക് സ്കിൽ ലെവൽ സ്റ്റാർട്ട് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. ഇപ്പോൾ എക്സംഷൻ കഴിഞ്ഞ് വരുന്നവരുടെ കേസിലാണെങ്കിലും അവർ ACCയെ സ്റ്റാർട്ട് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു പേപ്പറാണ് FR. അതായത് കുറച്ചും കൂടെ ഫെമിലിയർ ആണ് ഈ പേപ്പർ നമുക്ക്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ACCയിലെ അക്കൗണ്ട്സ് പേപ്പറാണ് എന്ത് FR എന്ന് പറയുന്നത്. സോ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് FR, വാട്ട് ഈസ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നോക്കാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഇതിൽ ചെയ്യുന്നത്? അക്കൗണ്ട്സ് ആരാ പ്രിപ്പയർ ചെയ്യുക? ഫൈനാൻഷ്യൽ അക്കൗണ്ടന്റ്. സോ ഒരു ബിസിനസിന്റെ ഫൈനാൻഷ്യൽ അക്കൗണ്ടന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് വേണം നമ്മൾ ഈ പേപ്പറിനെ അപ്രോച്ച് ചെയ്യാൻ. സോ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ബിസിനസ്സിന് ഒത്തിരി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസ്. സോ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ്സിന്റെ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? അതായത് ഒത്തിരി ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഈ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വരെ നമ്മളത് സമ്മറൈസ് ചെയ്ത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എങ്ങനെ കാണിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ പേപ്പറിൽ നോക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് IFRS അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇതെന്താണ്? ഇപ്പം നമുക്കറിയാം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഓരോ കമ്പനീസും അവർക്ക് ഇഷ്ടമുള്ള പോലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്താൽ എന്താ സംഭവിക്കുക? ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? കാരണം ഓരോരുത്തരും അവർക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്ന പോലെയാവും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. സോ അതെന്താണ്? ഒരിക്കലും കമ്പയറബിൾ അല്ല, കൺസിസ്റ്റന്റ് ആവില്ല. അതായത് ഇൻകം എക്സ്പെൻസും പ്രോഫിറ്റും ഒക്കെ അവർക്ക് തോന്നിയ രീതിയിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു റെഗുലേറ്ററി ബോഡി അല്ലെങ്കിൽ ഒരു റെഗുലേറ്ററി ഫ്രെയിം വർക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഒരു കൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് അനുസരിച്ചിട്ട് ഒരു ബോഡി പുറപ്പെടുവിക്കുന്ന സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടാണ് എല്ലാവരും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താവും? കുറച്ചും കൂടെ കമ്പയർ ആവും, ഗ്ലോബൽ കൺസിസ്റ്റൻസി ഉണ്ടാവും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ആണ് IFRS അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അതായത് നമുക്ക് അക്കൗണ്ട്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക? ഇൻകം, എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റി. ഈ 4 കാര്യങ്ങളും എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഓരോന്നിനും എന്തുണ്ട്? സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സോ ഈ സ്റ്റാൻഡേർഡ്സ് നോക്കിയിട്ട് വേണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ. സോ അതെന്തായി? കൺസിസ്റ്റന്റും ആയി, കമ്പയറബിളും ആയി. ഇനി കോർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് കോർ പ്രിൻസിപ്പിൾസ്? ട്രാൻസ്പെറൻസി, കമ്പയറബിലിറ്റി, അക്യുറസി. ട്രാൻസ്പെറൻസി നമുക്കറിയാം, അതായത് എല്ലാവരും ഒരൊറ്റ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ ക്ലിയർ ആൻഡ് ഓണസ്റ്റ് ആയി. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും അവർക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്ന പോലെയാവും ഓരോ കാര്യങ്ങളും പ്രസന്റ് ചെയ്യുക. സോ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് അഫ്കോഴ്സ് ട്രാൻസ്പെറന്റ് ആയില്ലേ. ദെൻ കമ്പയറബിലിറ്റി. കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഒരൊറ്റ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്കത് വേറെ കമ്പനീസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ തന്നെ പ്രീവിയസ് പീരീഡ്സ് ആയിട്ട് പ്രീവിയസ് ഇയേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഒരേ സ്റ്റാൻഡേർഡാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. സോ കമ്പയറബിൾ ആവും. ദെൻ ആക്യുറസി. ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചും കൂടെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ വിശ്വാസ്യതയോടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്താവും? അത് തന്നെ അവളെ താല്പര്യം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റർ ഉണ്ട്, 2 കമ്പനീസ് ഉണ്ട്, ഇതിൽ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് വന്നിട്ടുള്ള ഇൻവെസ്റ്റർ ആണ്. സോ ഓരോ രീതിയിൽ ഇപ്പോൾ ഒരു കമ്പനിക്ക് 1 മില്യൺ പ്രോഫിറ്റ്, മറ്റേ കമ്പനിക്ക് ഒരു 1.2 മില്യൺ പ്രോഫിറ്റ് ഉണ്ട്. ഇപ്പൊ ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ ആലോചിക്കുമ്പോൾ ഈ കമ്പനിക്ക് പ്രോഫിറ്റ് കൂടുതലാണ്, സെക്കൻഡ് കമ്പനിക്ക് പ്രോഫിറ്റ് കൂടുതലാണ്. പക്ഷെ അത് നമുക്ക് അയാൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഇവർക്ക് തോന്നിയ പോലെയല്ലേ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ സെക്കൻഡ് കമ്പനി ആണെങ്കിൽ കുറച്ചും കൂടെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലാവും ഓരോ കാര്യങ്ങളും ഇൻകം എക്സ്പെൻസും ഒക്കെ കാണിച്ചിട്ടുണ്ടാവുക. അങ്ങനെ അവരുടെ പ്രോഫിറ്റ് കൂടി. പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ 2 പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതെന്തായി? ഇൻവെസ്റ്ററിനും എന്താണ്? കുറച്ചും കൂടെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്തു എന്നുള്ള അങ്ങനെ ആ രീതിയിലാണല്ലോ അവരും കൺസീവ് ചെയ്യുക. സോ നമ്മൾ ഇതേപോലെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഇത്രയും പ്രിൻസിപ്പിൾസ് എന്തായി? അവിടെ സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ എക്സാമിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പേപ്പറിലോട്ട് വരുമ്പോൾ എന്താണ് നമ്മുടെ സിലബസ്? നമുക്ക് സിലബസിന് 4 ഏരിയാസ് ഉണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് ഏരിയ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. അത് ഒരു തിയറി പാർട്ടാണ്. അവിടെ നമ്മൾ എന്താ നോക്കാം? ഇപ്പൊ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുന്ന റെഗുലേറ്ററി ബോഡി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതിന്റെ കുറച്ച് തിയറി പാർട്ടാണ്, ഒരു ചെറിയ പോർഷനാണ്. അതാണ് നമ്മുടെ സിലബസിന്റെ A പാർട്ട്. B പാർട്ടാണ് നമ്മുടെ മെയിൻ പാർട്ട്, അതായത് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ്. ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കാണിക്കും. ഇങ്ങനെ നമ്മൾ കാണിക്കുക സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട്. സോ നമ്മളിവിടെ എന്താ നോക്കുക? നമ്മുടെ സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കും. നമ്മൾ ഓരോ, അതായത് ഞാൻ പറഞ്ഞ പോലെ ഇൻകത്തിനും എക്സ്പെൻസിനും അസറ്റിനും ലയബിലിറ്റീസിനും ഒക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ഉണ്ട്. സോ ആ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കും.
ദെൻ സി പാർട്ടിൽ വരുന്നതാണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ മാത്രമല്ല അത് അനലൈസ് ചെയ്തിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുകയും കൂടെ ചെയ്യും. അതായത് നമുക്ക് 2 പീരിയഡിൽ പ്രോഫിറ്റ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. സോ കഴിഞ്ഞ വർഷത്തേക്ക് ഈ വർഷം പ്രോഫിറ്റ് കൂടി, അതാണ് നമ്മുടെ അനാലിസിസ്. ഇനി അത് ഇന്റർപ്രറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, എന്തുകൊണ്ട് കൂടി എന്നുള്ളത്. സോ അതും നമ്മൾ നോക്കും. അത് നമ്മൾ ടെക്നിക്കലായിട്ട് തന്നെയാണ് നോക്കുക. ഇപ്പൊ അതിനെ പറ്റിയിട്ടൊന്നും ആലോചിക്കണ്ട. അപ്പൊ നമ്മൾ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. ദെൻ ഡി പാർട്ടിൽ വരുന്നതാണ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ. എന്താണ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു നമ്മൾ സ്റ്റാൻഡേർഡ്സ് പഠിക്കുന്നുണ്ടല്ലേ, എല്ലാ ട്രാൻസാക്ഷൻസും എങ്ങനെ റെക്കോർഡ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സമ്മറൈസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോഴേ അതുകൊണ്ട് യൂസേഴ്സിന് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നമ്മുടെ കമ്പനീസിന്റെ ഫുൾ ട്രാൻസാക്ഷൻസ് കൊടുത്താൽ അവർക്ക് അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഇത് നമ്മൾ സമ്മറൈസ് ചെയ്തിട്ട് കാണിക്കുന്നതാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. സോ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളത് നമ്മൾ നോക്കും. നമ്മൾ സിംഗിൾ എൻറ്റിറ്റിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പറേഷനും നോക്കും, കൺസോളിഡേറ്റഡ് എൻറ്റിറ്റിയുടെ നോക്കും. സിംഗിൾ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ബിസിനസ്. കൺസോളിഡേറ്റഡ് എൻറ്റിറ്റി ചിലപ്പോൾ നിങ്ങൾക്കൊരു ന്യൂ ടേം ആവും. ഒന്നുമില്ല, അതായത് ചിലപ്പോൾ ഒരു കമ്പനി അവർ ഒരൊറ്റ കമ്പനി ആവില്ല, കുറേ കമ്പനീസ് ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആവും. സോ അവർക്ക് ഒറ്റക്കൊറ്റക്കും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. ഇവരൊരു ഗ്രൂപ്പിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗ്രൂപ്പിന് ടോട്ടലായിട്ട് ഒരൊറ്റ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും കാണിക്കണം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, കൺസോളിഡേഷൻ. അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിന് നമ്മൾ പറയുന്ന പേരാണ് കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, സോ ഇത് രണ്ടും പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പഠിക്കുന്നുണ്ട്. രണ്ടായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സും നമ്മൾ പഠിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ സിലബസിന്റെ കോർ ഏരിയാസ്. ഇനി നമ്മൾ നമ്മുടെ എക്സാമിലോട്ട് വരുമ്പോൾ നമുക്ക് ടോട്ടൽ മാർക്സ് 100 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ഉണ്ടാവുക. 50 മാർക്സ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും, പാസ്സാവും. അപ്പോൾ 50 മാർക്സ് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പകുതി മാർക്ക് മതിയല്ലോ, ബാക്കി പകുതി പോയാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ആ 50 മാർക്സ് സ്കോർ ചെയ്യാൻ നമ്മൾ അത്യാവശ്യം ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഇടണം. സോ നമുക്ക് 3 സെക്ഷനിലായിട്ടാണ് എക്സാം ഉണ്ടാവുക. സെക്ഷൻ എയിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ്, 15 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക്, അങ്ങനെ ടോട്ടൽ 30 മാർക്സ്. ഇതെന്താണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെയും പറയുന്നു, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. 4 ഓപ്ഷൻ ഉണ്ടല്ലോ, ഇപ്പൊ ജസ്റ്റ് ഒരു ഐഡിയ ഉള്ള ആൾക്കും കറക്കി കുത്താലോ എന്നുള്ള രീതിയിലൊന്നും ആലോചിക്കുക പോലും ചെയ്യരുത്. അതെന്താണ്, നല്ല രീതിയിൽ കൺസെപ്ച്വൽ നോളജ് ഉള്ള ആൾക്ക് മാത്രമേ ആ 4 ഓപ്ഷൻസ് കറക്റ്റ് ഓപ്ഷൻ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് എന്താ, കണ്ടാ 4 ശരിയാന്ന് തോന്നും. ആ രീതിയിൽ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസിൽ ടെസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ നല്ല കൺസെപ്ച്വലി സൗണ്ട് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ 4 ഓപ്ഷൻസ് കറക്റ്റ് ഓപ്ഷൻ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ 15 ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ സിലബസിന്റെ ഏത് ഏരിയ എന്ന് വേണമെങ്കിലും ആവാം. ഓക്കെ, ഏത് ഏരിയ എന്ന് വേണമെങ്കിലും ആവാം. സെക്ഷൻ ബി സിനാരിയോ ക്വസ്റ്റ്യൻസ് ആണ്. ഇതും മൾട്ടിപ്പിൾ ചോയ്സ് തന്നെ ആണ്. പക്ഷെ നമുക്ക് എന്താ ഉണ്ടാവുക, 3 സിനാരിയോസ് വന്നിട്ടുണ്ടാവും. ഈ 3 സിനാരിയോസിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ ഓരോ സിനാരിയോന്നും 5 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 3 സിനാരിയോസിന് 15 ക്വസ്റ്റ്യൻ. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ എത്ര മാർക്ക്, 2 മാർക്ക്, അങ്ങനെ 30 മാർക്സ് ആണ് സെക്ഷൻ ബി. ഇത് കുറച്ചും കൂടെ എന്താവും, നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഇൻഫർമേഷൻസ് അവൈലബിൾ ആവും സെക്ഷൻ ബിയിൽ. ദെൻ സെക്ഷൻ സി കൺസ്ട്രക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് 2 ഡിസ്കസീവ് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക, 20 മാർക്സ് ഈച്ച്. ഓക്കെ, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിലാണ് നമ്മൾ എന്ത്, സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ. നമ്മൾ നമ്മുടെ സിലബസിന്റെ ഡി പാർട്ടിൽ ടെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സെക്ഷൻ സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ. അപ്പൊ നമ്മൾ ചിലപ്പോൾ സിംഗിൾ എൻറ്റിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് എൻറ്റിറ്റിയുടെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതായത് നമുക്ക് ട്രാൻസാക്ഷൻസും അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ തരും. നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാവും. ആ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. പിന്നെ സെക്ഷൻ സിയിൽ വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഇന്റർപ്രിട്ടേഷന്റെ ക്വസ്റ്റ്യൻ. അതായത് നമ്മുടെ സിലബസിൽ സി പാർട്ട്, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, ഇത് ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാവുക 20 മാർക്സിന്. അതായത് നമുക്കൊരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ തരും. അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യണം. ഇന്റർപ്രിറ്റ് ചെയ്യലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. അതും നമ്മൾ വെറുതെ ഇന്റർപ്രിറ്റ് ചെയ്യല്ല, അതായത് പ്രോഫിറ്റ് കൂടി ഇതുകൊണ്ടാവും അതുകൊണ്ടാവും അങ്ങനെ വെറുതെ അല്ല. അത് നമ്മൾ ടെക്നിക്കലായിട്ട് റേഷ്യോസ് വെച്ചിട്ട്, റീസൺസ് വെച്ചിട്ട് നല്ല രീതിയിൽ കൺവിൻസിങ് ആയിട്ട് തന്നെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ, സോ ഇത്രയാണ് എക്സാം റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ നമ്മുടെ പേപ്പറിലോട്ട് വരുമ്പോൾ കുറച്ച് ബേസിക്സ് നമുക്ക് ഫസ്റ്റ് നോക്കാം. നമ്മൾ ഇത്രയും നേരം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് കുറേ നേരമായി ഞാൻ റെഫർ ചെയ്യുന്നു. സോ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുക. അതായത് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് അല്ല, ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് എന്തിൽ വരുന്നതാണ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്നതാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുള്ള ടേം ബാലൻസ് ഷീറ്റ് നയിക്കാരം. അതായത് നമ്മൾ നമ്മുടെ അസറ്റും ലയബിലിറ്റീസും ഒക്കെ കാണിക്കുന്ന ഷീറ്റില്ലേ, അതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ SOFP. നെക്സ്റ്റ് വൺ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പെർഫോമൻസ്. അതായത് നമ്മുടെ ഇൻകം എക്സ്പെൻസ് ഒക്കെ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അതായത്
ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയില്ലേ, അതിനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറയാം. നമ്മുടെ ബിസിനസ് പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്നുള്ളത് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ടാണ് എടുക്കുക. ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ചേഞ്ചസ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിറ്റി നമ്മൾ ഫൈനാൻഷ്യൽ പൊസിഷനിൽ കാണിക്കും. ഇക്വിറ്റി നമ്മൾ കാണിക്കുമല്ലോ, അസറ്റും ലയബിലിറ്റിയും ഇക്വിറ്റി ആണല്ലോ നമ്മൾ ഫൈനാൻഷ്യൽ പൊസിഷനിൽ കാണിക്കാം. സോ ഈ ഫൈനാൻഷ്യൽ പൊസിഷനിൽ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു 1 ലൈൻ ആയിട്ടേ ഉണ്ടാവുള്ളൂ. അതായത് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ 1 മില്യൺ, സെക്കൻഡ് ഇയറിൽ ഒരു 1.1 മില്യൺ അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ ഈ 1 മില്യൺ എങ്ങനെ 1.1 മില്യണിലോട്ട് എത്തി, അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. സോ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇക്വിറ്റിയുടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ എന്തിൽ നോക്കിയാൽ മതി? സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ നോക്കിയാൽ മതി. ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ. എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബിസിനസ്സിൽ ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ എത്ര ക്യാഷ് ഇൻഫ്ലോ ഉണ്ട്, എത്ര ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ട്, ഇത് നോക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പെർഫോമൻസിൽ എന്തേ ഉള്ളൂ? ഇൻകം എക്സ്പെൻസും ഉള്ളൂ. അത് വെച്ചിട്ട് പ്രോഫിറ്റാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു 1 മില്യൺ പ്രോഫിറ്റ് ഉള്ള ഒരു കമ്പനിക്ക് 1 മില്യൺ ക്യാഷ് ഫ്ലോ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, സോ അതിന് എന്ത് വേണം? ക്യാഷ് ഫ്ലോ തന്നെ നോക്കണം. കാരണം ചിലപ്പോൾ ഒത്തിരി പ്രോഫിറ്റ് ഉള്ള കമ്പനിയാവും സർ, പക്ഷേ കമ്പനിയുടെ അടുത്ത് ക്യാഷ് ഫ്ലോ ഉണ്ടാവില്ല. അപ്പം മാനേജേഴ്സിന് അതിന് അഡിക്വേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കണമെങ്കിൽ കമ്പനിക്ക് ഇത്ര ക്യാഷ് ഫ്ലോ ഉണ്ടെന്നുള്ളത് അവർക്ക് അറിയണമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ. പിന്നെ വരുന്നതാണ് നോട്ട്സ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ നോട്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ്സിൽ കാണിച്ച കാര്യങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസിൽ റവന്യൂ എന്ന് പറഞ്ഞൊരു 1 ലൈൻ ഐറ്റം കാണിച്ചിട്ടുണ്ടാവും. സോ നമുക്ക് ചിലപ്പോൾ റവന്യൂ പല ബിസിനസ്സിൽ നിന്ന് കിട്ടിയതാവും, ചിലപ്പോൾ പല ജിയോഗ്രഫിക്കൽ ഏരിയയിൽ നമുക്ക് ബിസിനസ് ഉണ്ടാവും, പല സാധനങ്ങൾ സെയിൽ ചെയ്ത റവന്യൂ ഉണ്ടാവും. സോ ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ ഒരു ബ്രേക്ക് ഡൗൺസ് ഒക്കെ കാണിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്നതാണ് നോട്ട്സ്. ഓക്കെ, അപ്പൊ ഈ സെറ്റ് ഓഫ് കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയാ? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി യൂസേഴ്സ് ആൻഡ് ദെയർ ഇൻഫർമേഷൻ നീഡ്സ്. അതായത് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മൾ പറഞ്ഞു സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ പ്രോസസ്സാണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഇത്രയും നമ്മൾ പറഞ്ഞു. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്തുകൊണ്ടാവും നമ്മുടെ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക? അവർക്ക് ഈ ഇൻഫർമേഷൻ കൊണ്ടുള്ള നീഡ് എന്താണ്? അതൊന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദെയർ അഡ്വൈസേഴ്സ്. നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ, ഇവർക്ക് എന്തിനാണ് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെന്റിന് എത്ര റിട്ടേൺ കിട്ടും, അവർ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ കമ്പനിയിൽ തന്നെ ഹോൾഡ് ചെയ്യണോ അല്ലെങ്കിൽ ഇപ്പൊ സെല്ല് ചെയ്യണോ, ഇനി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ കമ്പനിയിൽ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യണോ, ഇതൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വേണ്ടേ? കാരണം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയാൽ ഈ കമ്പനി പെർഫോമിംഗ് ആണോ, ഈ കമ്പനിക്ക് ഫ്യൂച്ചർ ഉണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യാം, ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാക്കാം. സോ അവർക്ക് അതിന് വേണ്ടിയിട്ടാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇനി എംപ്ലോയീസ് ആൻഡ് ദെയർ റെപ്രസെന്റേറ്റീവ്സ്. എംപ്ലോയീസിന് എന്തിനാണ്? അവർ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ നമ്മുടെ കമ്പനിക്ക് സ്റ്റെബിലിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കമ്പനിയിൽ ഫ്യൂച്ചർ ഉണ്ടോ? ഇല്ല. നമുക്ക് അവർക്ക് ഈ കമ്പനിക്ക് അവർക്ക് റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടോ എന്നൊക്കെ അവർക്ക് അറിയണ്ടേ? സോ അവർക്ക് അതിനാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇനി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പല പാർട്ടിയുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ കടം മേടിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ബാങ്കിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടാവും. അതാണ് ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ലോങ് ടേമിലോട്ട് ക്രെഡിറ്റ് തരുന്നവരാണ് ലെൻഡേഴ്സ്. സോ അവർക്കും നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വേണം. എന്തിനാണ്? അവർക്കറിയണം ഈ ഇൻട്രസ്റ്റും ഈ പ്രിൻസിപ്പൽ എമൗണ്ട് ഒക്കെ നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, നമ്മുടെ കമ്പനി നല്ല പെർഫോമിംഗ് ആണ്, ഫൈനാൻഷ്യൽ പൊസിഷൻ ഒക്കെ സൗണ്ട് ആണ്, ഇനിയിപ്പോൾ പൈസ കിട്ടിയില്ലെങ്കിലും ഇവർക്ക് ഇത്രയും അസറ്റ്സ് ഉണ്ട്, നമ്മുടെ ഫണ്ട് സേഫ് ആണ്, അങ്ങനെ ഒരു ഐഡിയ ഒക്കെ കിട്ടണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റെഫർ ചെയ്യേണ്ടി വരും. ഇനി സപ്ലയേഴ്സ് ആൻഡ് ട്രേഡ് പേയബിൾസ്. ഇത് ഷോർട്ട് ടേം ലെൻഡേഴ്സ് ആണ്. അതായത് 1 ഇയറിലോട്ട് നമുക്ക് ക്രെഡിറ്റ് തരുന്നവരാണ് ട്രേഡ് പേയബിൾസ് എന്ന് പറയുന്നത്. അവർക്കും അറിയണ്ടേ 1 ഇയറിലോട്ടാണെങ്കിലും അവർ തരുന്നതും ഫണ്ടല്ലേ, അത് അവർക്ക് തിരിച്ചു കിട്ടുമെന്ന് അവർക്ക് അറിയണ്ടേ? സോ അവർക്കും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആവശ്യമാണ്. ദെൻ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. സോ നമ്മളായിട്ടൊരു ലോങ് ടേം ഇൻവോൾവ്മെന്റ് ഉണ്ടാവുമോ എന്നൊക്കെ അവർക്ക് അറിയൽ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇത് നമ്മളെ കമ്പനീനെ അവർ ഡിപ്പെൻഡ് ചെയ്താൽ നമ്മൾ ലോങ് ടേമിലോട്ട് അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യും അല്ലെങ്കിൽ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് വേണമല്ലോ. സോ അതിന് കസ്റ്റമേഴ്സിന് എന്ത് വേണം? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വേണം. ഇനി ഗവൺമെന്റ്സ് ആൻഡ് ദിയർ ഏജൻസീസ്. ഗവൺമെന്റ്സിന് എന്തിനാണ്? ടാക്സേഷൻ പോളിസി ഉണ്ടാക്കാനും റെഗുലേറ്ററി പോളിസി ഉണ്ടാക്കാനും നമ്മൾ എത്ര നമ്മുടെ എക്കണോമിയിലോട്ട് നമ്മൾ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഗവൺമെന്റിന് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വേണം. ദെൻ പബ്ലിക്കിന് എന്തിനാണ്? നമ്മൾ ലോക്കൽ എക്കണോമിയിലോട്ട് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, നമ്മൾ എത്ര എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുന്നു, നമ്മുടെ ബിസിനസ് കൊണ്ടുവരുന്ന ട്രെൻഡ്സ് ഡെവലപ്മെന്റ്സ്, ഇതൊക്കെ അറിയാൻ എന്താണ്? പബ്ലിക്കും ഇൻട്രസ്റ്റഡ് ആയിരിക്കും. സോ ഇവരെല്ലാം എന്താണ്? ബിസിനസിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഇവർക്കെല്ലാം വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ പേപ്പറിന്റെ 90% വരുന്നതും എന്താണ്? സ്റ്റാൻഡേർഡ്സ് ആണ്.
IFRS സ്റ്റാൻഡേർഡ്സ് ആണ്. ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്നതിന് നമുക്ക് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. സോ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ് റവന്യൂ. റവന്യൂ എന്താണ്? നമ്മുടെ ഒരു ഇൻകാണ്, അതായത് നമ്മുടെ പ്രൈമറി കോഴ്സ് ഓഫ് ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയാം. സോ റവന്യൂ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. റവന്യൂ ആണ് ചിലപ്പോൾ ഒരു കമ്പനിയുടെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക, അല്ലേ? സോ റവന്യൂ എല്ലാ കമ്പനീസും അവർക്ക് ഇഷ്ടമുള്ള പോലെ റിപ്പോർട്ട് ചെയ്താൽ നടക്കുമോ? ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് കമ്പയറബിൾ അല്ല, അതൊരിക്കലും ഒരു ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ അല്ല. ഇൻവെസ്റ്റേഴ്സിനും ബാക്കി ആർക്കും ഡിസിഷൻ എടുക്കാൻ ഒന്നിനും പറ്റൂല. സോ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാകുമ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്യുമ്പോൾ എന്താണ്, അത് കുറച്ചും കൂടെ ഫെയ്ത്ത്ഫുള്ളി റെപ്രസെന്റ് ആയില്ലേ? സോ റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡാണ് നമ്മൾ നോക്കുന്നത്. സോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എല്ലാ സ്റ്റാൻഡേർഡും എങ്ങനെയാവും, ഈ സ്റ്റാൻഡേർഡ് എന്നുള്ളതുകൊണ്ട് എന്തോ ഉദ്ദേശിക്കണം എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടും. സോ നമുക്ക് റവന്യൂയിലോട്ട് വരുമ്പോൾ റവന്യൂ മാത്രമല്ല, നിങ്ങൾ എല്ലാ സ്റ്റാൻഡേർഡും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? ഈ സ്റ്റാൻഡേർഡിന്റെ ഡെഫിനേഷൻ ഒന്നും നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല, അതൊന്നും ടെസ്റ്റ് ചെയ്യൂല. എന്താണ് ടെസ്റ്റ് ചെയ്യുക? സ്റ്റാൻഡേർഡിന്റെ കൺസെപ്റ്റ് ആണ്. സോ ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടണം. അപ്പൊ നിങ്ങൾ എല്ലാ സ്റ്റാൻഡേർഡും പഠിക്കുമ്പോൾ അത് കാണാണ്ട് പഠിക്കല്ല വേണ്ട, ആ സ്റ്റാൻഡേർഡിന്റെ കൺസെപ്റ്റാണ്. കാരണം ക്വസ്റ്റ്യൻസിൽ എന്താ ടെസ്റ്റ് ചെയ്യുക? ഈ കൺസെപ്റ്റ് ആണ് ടെസ്റ്റ് ചെയ്യുക. സോ ഈ റവന്യൂ എന്ന് പറയുന്ന IFRS 15 കൺസെപ്റ്റ് അറിയുന്ന ആൾക്ക് IFRS 15 ഏത് ക്വസ്റ്റ്യനിൽ ടെസ്റ്റ് ചെയ്താലും, സെക്ഷൻ എയിലോ ബിയിലോ സിയിലോ എവിടെ ടെസ്റ്റ് ചെയ്താലും അയാൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ. സോ IFRS 15 കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ റവന്യൂ എപ്പോഴാണ് കാണിക്കേണ്ടത്? when control of a good or service transfers to the customer. കസ്റ്റമറിലോട്ട് ഈ ഗുഡ് അല്ലെങ്കിൽ സർവീസ് ട്രാൻസ്ഫർ ആവുന്ന സമയത്താണ് നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് വെൻ ക്യാഷ് ചേഞ്ചസ് ഹാൻഡ്സ്, നമുക്ക് ക്യാഷ് കിട്ടുമ്പോഴല്ല. നമ്മളൊരു ലേമൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ആലോചിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പറയാം, എപ്പോഴാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത് അപ്പം നമുക്ക് റവന്യൂ ആയിട്ട് കാണിക്കാം. പക്ഷെ നമ്മുടെ സ്റ്റാൻഡേർഡ് പറയുന്നത് അങ്ങനെയല്ല. എപ്പോഴാണ് ആ ഗുഡിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ കൺട്രോൾ ട്രാൻസ്ഫർ ആവുന്നത് അപ്പോഴാണ് നമ്മൾ റവന്യൂ ആയിട്ട് കാണിക്കേണ്ടത്. അതിനി അപ്പം നമുക്ക് ക്യാഷ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്ക് റവന്യൂ ആയിട്ട് കാണിക്കാം. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു 5 സ്റ്റെപ്സ് വരുന്നുണ്ട്. ഈ 5 സ്റ്റെപ്സ് വെച്ചിട്ടാണ് നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഓരോ സ്റ്റെപ്സും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദി കോൺട്രാക്ട്. അതായത് എല്ലാ ട്രാൻസാക്ഷൻസിലും എന്തുണ്ടാവും? ഒരു കോൺട്രാക്ട് ഉണ്ടാവും. ആ കോൺട്രാക്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇംപ്ലൈഡ് കോൺട്രാക്ട്സ് ആവും അധികവും. അതായത് ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താ കോൺട്രാക്ട്? നമ്മൾ പൈസ കൊടുക്കുന്നു, ആ ഷോപ്പ് കീപ്പർ നമുക്ക് ആ സാധനം ഡെലിവർ ചെയ്യുന്നു. അങ്ങനെ ഒരു ഇംപ്ലൈഡ് ഒരു എഗ്രിമെന്റ് ഉണ്ട്, അതിനാണ് നമ്മൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വലിയ വലിയ കോൺട്രാക്ട് ആണെങ്കിൽ അവിടെ ഇത്രയും കണ്ടീഷൻസ് ഒക്കെ നമ്മൾ നോക്കേണ്ടി വരും. എല്ലാ പാർട്ടീസും അപ്രൂവ് ചെയ്തിട്ടുണ്ട് ആ കോൺട്രാക്ട്. പേയ്മെന്റ് ടേംസ് എങ്ങനെയൊക്കെയാണ് പേയ്മെന്റ് ടേംസ് വരുന്നത്? ചിലപ്പോൾ ഇത്ര വർഷം കൊണ്ട് ഇത്ര തരാമെന്നൊക്കെ ആവും. അപ്പൊ അങ്ങനെ വല്ല പേയ്മെന്റ് ടേംസ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യണം. കൊമേഴ്ഷ്യൽ സബ്സ്റ്റൻസ്, അതായത് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ആവണം, കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ളതാവണം. അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ FRൽ എടുക്കുള്ളൂ. സോ ആ ഒരു കോൺട്രാക്റ്റിന് കൊമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് വേണം. പ്രോബബിൾ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പൈസ ഇപ്പൊ കിട്ടൂല, പിന്നെ തരാന്നുള്ളതാണ് കോൺട്രാക്റ്റിൽ. അപ്പൊ ആ പൈസ നമുക്ക് അപ്പൊ കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് വേണം. ഒരിക്കലും പൈസ കിട്ടാത്ത ഒരാളായിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. നമുക്കറിയാം പൈസ കിട്ടൂലെന്ന്. അപ്പൊ നമുക്ക് റവന്യൂ ആയിട്ട് കാണിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ആ പൈസ കിട്ടും എന്നുള്ള ഒരു പ്രോബബിലിറ്റി വേണം. ഓക്കെ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ പെർഫോമൻസ് ഒബ്ലിഗേഷൻ. എന്താണ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ അടുത്ത് കസ്റ്റമർ എന്തിനാണോ വരുന്നത്, അവര് നമുക്ക് എന്തിനാണോ ഒരു കൺസിഡറേഷൻ തരുന്നത് അല്ലെങ്കിൽ ഒരു പൈസ തരുന്നത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് തിരിച്ചു ചെയ്തു കൊടുക്കുന്ന ആ കാര്യത്തിനെയാണ് എന്ത് പറയാം? പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്ന് പറയാം. ഓക്കെ. സോ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ കുറച്ചും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടും. അതായത് ഇവിടെ ഒരു ലിവർടെക് കമ്പ്യൂട്ടർ ബിസിനസിന്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്താണ് ലിവർടെക് കമ്പ്യൂട്ടർ ബിസിനസ് ചെയ്യുന്നത്? അവർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ് ആണ് സെല്ല് ചെയ്യുന്നത്. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷനും സെല്ല് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ടെക്നിക്കൽ സപ്പോർട്ടും സെല്ല് ചെയ്യുന്നുണ്ട്. ഇതാണ് അവരുടെ പ്രൊഡക്റ്റ്. സോ ഇതൊരു പാക്കേജ് പോലെ ആവില്ല അവർ സെല്ല് ചെയ്യുന്നത്. സോ കസ്റ്റമർ ഇവരടുത്ത് നിന്ന് വരുമ്പോൾ ഇതൊക്കെ ഒരു ഒറ്റ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആയിട്ടാവും കാണുന്നുണ്ടാവുക. ഇതൊക്കെ ആ കമ്പനിക്ക് തരുന്നു. പക്ഷെ നമ്മൾ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആലോചിക്കുമ്പോൾ അത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സെല്ല് ചെയ്യൽ മാത്രമല്ല, ആ സോഫ്റ്റ്വെയർ അവർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു പെർഫോമൻസ് ഒബ്ലിഗേഷൻ അല്ലേ? ടെക്നിക്കൽ സപ്പോർട്ട് അവർ കൊടുക്കുന്നുണ്ട്. അത് മറ്റൊരു പെർഫോമൻസ് ഒബ്ലിഗേഷനാണ്. അപ്പൊ നമ്മൾ അതിനെ അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ. അതിനെയാണ് ഐഡന്റിഫൈങ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്ന് പറയാം. ദെൻ സ്റ്റെപ്പ് 3 എന്ന് വരുന്നത് ഡിറ്റർമൈൻ ട്രാൻസാക്ഷൻ പ്രൈസ്. നമ്മൾ എന്താണോ കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യുന്നതിന് അതിനൊരു പ്രൈസ് നമ്മൾ ഇട്ടിട്ടുണ്ടാവണം. ആ ട്രാൻസാക്ഷൻ പ്രൈസ് കമ്പനി മുന്നേ തീരുമാനിച്ചിട്ടുണ്ടാവണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ചിലപ്പോൾ ഫൈനാൻസിങ് കോമ്പണൻസ് ഒക്കെ ഉണ്ടാവും. അതായത് ഇപ്പൊ നിങ്ങൾക്കറിയാം EMI ഒക്കെ അത്രയും കോമൺ ആണ്. ഇപ്പൊ നമ്മൾ റെഡി ക്യാഷ് എടുക്കുന്ന പോലെയല്ല, EMIയിലൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റും കൂടെ കൊടുക്കേണ്ടി വരും. അതിനാണ് നമ്മൾ ഫൈനാൻസിങ് കോമ്പണന്റ് എന്ന് പറയാം.
അപ്പോൾ നമ്മളൊരു 1000 റുപ്പീസിന് വാങ്ങുന്ന സാധനത്തിന് നമ്മൾ ചിലപ്പോൾ കൊടുത്തു വരുമ്പോൾ 1500 ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ ട്രാൻസാക്ഷൻ പ്രൈസ് എന്താണ്? 1500 ആണ്. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ പ്രൈസ് കറക്റ്റായിട്ട് ഡിറ്റർമൈൻ ചെയ്യണം. ചിലപ്പോൾ അതേപോലെ തന്നെ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ ട്രാൻസാക്ഷൻ പ്രൈസിനെ ബാധിക്കൂലേ? അപ്പോൾ നമ്മൾ കറക്റ്റ് ട്രാൻസാക്ഷൻ പ്രൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. എന്നിട്ട് ആ ട്രാൻസാക്ഷൻ പ്രൈസ് നമ്മൾ എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ട്രാൻസാക്ഷൻ പ്രൈസ് അലോക്കേറ്റ് ചെയ്യുക? ഇപ്പോൾ ഒരൊറ്റ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഉള്ള കേസിലെ ട്രാൻസാക്ഷൻ പ്രൈസ് കുഴപ്പമില്ല. ഇപ്പം നമ്മളിതൊരു ഷൂവിൻ്റെ കമ്പനി ആണെങ്കിൽ കസ്റ്റമർ നമ്മൾ അതിന് ഷൂ പർച്ചേസ് ചെയ്തു, ഒരു $200 ഷൂ പർച്ചേസ് ചെയ്തത്. അപ്പോൾ എന്താണ്, ആ ഷൂ നമ്മൾ കസ്റ്റമറിന് ഡെലിവറി ചെയ്താൽ അവിടെ ആ പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ആയി, അവിടെ അലോക്കേഷൻ്റെ കാര്യമൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ കേസ് നോക്ക്, ഇവിടെ മോർ ദാൻ 1 പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഉണ്ട്. സോ ഇവിടെ കസ്റ്റമർ നമുക്കൊരു $1000 തരുന്നെന്ന് വിചാരിക്കാം. അത് ഈ ഹാർഡ്വെയറിനും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷനും ടെക്നിക്കൽ സപ്പോർട്ടിനും ഈ 3 കാര്യങ്ങൾക്കും കൂടെയാണ് നമുക്ക് 1000 കിട്ടുന്നത്. സോ നമ്മൾ ഓരോന്നിനും എത്രയെന്നുള്ളത് അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ റെക്കഗ്നൈസ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യൽ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ്. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ റവന്യൂ റെക്കഗ്നിഷനിലോട്ട് എത്തുക. എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുക? ഈ പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ ഒരു സിംഗിൾ പോയിന്റ് ഇൻ ടൈം ആവും, ചിലപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആവും. അതെന്താന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കേസിൽ നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അവർക്ക് ഡെലിവറി ചെയ്തു, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു. പക്ഷേ ഈ ടെക്നിക്കൽ സപ്പോർട്ട് നമുക്ക് ഒരൊറ്റ പോയിന്റിൽ, അതായത് ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്നതാണോ? അല്ല. കാരണം ഇത് മൾട്ടി ഇയർ ടെക്നിക്കൽ സപ്പോർട്ടാണ്. മൾട്ടി ഇയർ എന്ന് പറഞ്ഞാൽ 1 വർഷത്തിന് മുകളിലോട്ട്, അതായത് ഇപ്പോൾ 2 വർഷമാണെന്ന് വിചാരിക്കാം. ഈ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ബിസിനസ്സിൽ സാറ്റിസ്ഫൈ ആവണമെങ്കിൽ 2 വർഷം എടുക്കൂലേ? പക്ഷെ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷനും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന് പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഇപ്പം തന്നെ സാറ്റിസ്ഫൈ ആയി. അപ്പം നമുക്ക് അതിൻ്റെ 2ന്റെ റവന്യൂ ഇപ്പം കാണിക്കാം. അതായത് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടില്ലേ, ഓരോ പെർഫോമൻസ് ഒബ്ലിഗേഷനും നമ്മൾ പ്രൈസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും പ്രൈസ് ഇപ്പോൾ കാണിക്കാം. പക്ഷെ സപ്പോർട്ട് സർവീസിൻ്റെ റവന്യൂ നമുക്കിപ്പോൾ കാണിക്കാൻ പറ്റില്ല. സോ ഫോർ എക്സാമ്പിൾ, ഈ $1000 $100 ടെക്നിക്കൽ സപ്പോർട്ട് സർവീസിനുള്ളതാണ്. അപ്പോൾ $100 നമുക്കിപ്പോൾ കാണിക്കാൻ പറ്റൂല. കാരണം ആ പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ആയിട്ടില്ല. നമ്മൾ കസ്റ്റമറിന് ആ സർവീസ് കൊടുത്തിട്ടില്ല. 2 വർഷത്തേക്കാണ് നമ്മൾ സർവീസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 വർഷം കംപ്ലീറ്റ് ആയാലേ അത് കഴിഞ്ഞു നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ 2 വർഷം കഴിഞ്ഞാലേ $100 നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ $900 കാണിക്കാൻ പറ്റുള്ളൂ. 1 വർഷം കഴിഞ്ഞാൽ $50 കാണിക്കാം. പിന്നെ 2 ഇയേഴ്സ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ബാക്കി 50 കൂടി കാണിക്കാം. അങ്ങനെ ഓവർ എ പീരീഡിലേ കാണിക്കാൻ പറ്റുള്ളൂ. അതിനാണ് പറയുന്നത് പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ആവണം. അപ്പോൾ ഇതേപോലെ ചിലപ്പോൾ ചില പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഓവർ എ പീരീഡിലാവും സാറ്റിസ്ഫൈ ആവുണ്ടാവുക. അപ്പോൾ നമ്മളത് അങ്ങനെ തന്നെ കാണിക്കണം. സർവീസിൻ്റെ കേസിലാണ് അധികം ഉണ്ടാവുക. ഇനി പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്തുണ്ട്? സാറ്റിസ്ഫൈഡ് അറ്റ് എ പോയിന്റ് ഇൻ ടൈം ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷനും പോയിന്റ് ഇൻ ടൈം ആണ്. ഒരൊറ്റ പോയിന്റിലാണ് അത് സാറ്റിസ്ഫൈ ആവുന്നത്. റവന്യൂ കിട്ടുന്നു, നമുക്കത് എന്ത് ചെയ്യാം? അപ്പം തന്നെ കാണിക്കാം. സോ അതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് വരുന്നത്. എപ്പോഴാണോ നമ്മുടെ പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ആവുന്നത്, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റവന്യൂ ആയിട്ട് കാണിക്കാൻ പറ്റും. ഓക്കെ. സോ ഇതേപോലെയാണ് എല്ലാ സ്റ്റാൻഡേർഡ്സും ഉണ്ടാവുക. ഇപ്പം റവന്യൂവിൽ നമ്മൾ നോക്കി, ഇതിൻ്റെ ഒരു കോർ കൺസെപ്റ്റും നോക്കി, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടും നോക്കി. അപ്പോൾ ഇനി റവന്യൂവിൻ്റെ ഏത് ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴും ഇപ്പം നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. ഈ കൺസെപ്റ്റ് വെച്ചിട്ടാവും നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അതായത് കൺട്രോൾ ട്രാൻസ്ഫർ ആയോ, പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഒന്നിൽ കൂടുതലുണ്ടോ, ഏതൊക്കെ പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ആയി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റവന്യൂ നമ്മൾ കാണിക്കും. സോ നമുക്ക് അതിനൊരു അപ്രോച്ചും കിട്ടി. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടി, പക്ഷെ ഇപ്പോഴും ക്വസ്റ്റ്യനിൽ എങ്ങനെ അത് അപ്ലൈ ചെയ്യണം എന്ന് അറിയണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഈ പഠിച്ച കൺസെപ്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഓരോ സ്റ്റാൻഡേർഡ്സും നോക്കും. ഇതേപോലെ ഓരോ സ്റ്റാൻഡേർഡ്സിലെയും ക്വസ്റ്റ്യൻസും നോക്കും. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരൊറ്റ സ്റ്റാൻഡേർഡ് എടുത്തു എന്നുള്ളൂ. നമുക്ക് ബാക്കി വരും ക്ലാസ്സുകളിൽ എന്ത് ചെയ്യുക? ബാക്കി സ്റ്റാൻഡേർഡ്സും കൂടെ നോക്കാം. സോ ഇത്രയാണ് നമ്മുടെ FR എന്ന് പറയുന്നത്. ഞാൻ പിന്നെയും പറയുന്നു, മെയിനായിട്ട് നമുക്കുള്ളത് എന്താണ്? കുറേ സ്റ്റാൻഡേർഡ്സ് ആണ്. ഈ സ്റ്റാൻഡേർഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനും പഠിക്കും, ഇന്റർപ്രിട്ടേഷനും പഠിക്കും. സോ ഇത്രയാണ് നമ്മുടെ FR വരുന്നത്. ഹോപ്പ് യു ഓൾ എൻജോയ് ദി ക്ലാസ്സസ്. താങ്ക് യു.